ഡോക്ടർ കെ വി ഷോയ്സനുമായി അഭിമുഖം. മനുഷ്യ ശരീരത്തിലെ ചില കാര്യങ്ങൾ വളരെ വിചിത്രമായിട്ട് പലപ്പോഴും നമുക്ക് തോന്നും. അതായത് ശരീരത്തിനകത്ത് തന്നെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാത്തു സൂക്ഷിക്കാൻ ഒരുപാട് പടയാളികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷെ ചില സമയത്ത് ഈ പടയാളികൾ തന്നെ ഒരു തെറ്റിദ്ധാരണ മൂലം നമ്മുടെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുകയും അപ്പോൾ അങ്ങനെ ചില രോഗാവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ശരീരത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള സാഹചര്യം. അപ്പൊ ഇതുമൂലം ചില രോഗാവസ്ഥകൾ ചില വ്യക്തികളിൽ കാണാം. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാലേ നമുക്ക് അതിനൊരു ചികിത്സ പലപ്പോഴും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പരിപാടിയിൽ അത്തരം രോഗാവസ്ഥകൾ, അതായത് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും ഹോമിയോപ്പതിയുടെ ചികിത്സയും എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാം. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്ന ആ രോഗാവസ്ഥ, അതിന്റെ ഒരു ശാസ്ത്രീയ വശം കുറച്ചും കൂടെ ഒന്ന് വിശദമാക്കിയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇറക്കാൻ തോന്നുന്നു. തീർച്ചയായും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം തന്നെ നമുക്കെതിരെ, അതായത് നമ്മുടെ കോശങ്ങളെയും അവയവങ്ങളെയും ആക്രമിക്കുന്ന, അതുകൊണ്ട് ചില അസുഖങ്ങൾ സംജാതമാകുന്ന ഒരു പ്രത്യേക അവസ്ഥയ്ക്കാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ഒരു രോഗപ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ബാക്ടീരിയയിൽ നിന്നും വൈറസിൽ നിന്നും അല്ലെങ്കിൽ അതുപോലെയുള്ള ഇൻഫെക്ഷനിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ കർത്തവ്യം. പക്ഷെ ചില പ്രത്യേക സാഹചര്യത്തിൽ ആ ഒരു പ്രോഗ്രാം മറന്നുപോവുകയും അതിനു പകരം നമ്മുടെ ശരീരത്തിലെ ചില സെല്ലുകളെയും അവയവങ്ങളെയും ആക്രമിച്ച് അവിടെ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്യുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾ ഇന്ന് പഴയതിലും വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡീസ് റിലീസ് ചെയ്യും. അതൊരു പ്രോട്ടീനാണ്. അപ്പൊ ഈ ആന്റിബോഡീസ് ആണ് നമ്മൾ ചില പ്രത്യേക അവയവങ്ങളിലും സെല്ലുകളിലും ഒക്കെ നാശങ്ങൾ ഉണ്ടാക്കുകയും രോഗങ്ങളിലേക്ക് അത് വഴിവെക്കുകയും ചെയ്യുന്നത്. കോശങ്ങളുടെ ഇരട്ടിപ്പിനോ അല്ലെങ്കിൽ നാശത്തിനോ. അതെ, അത് ഏത് അവയവത്തിലാണോ അത് ബാധിക്കുന്നത് അത് അവിടെ ചില പ്രത്യേക മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ചിലപ്പോൾ അത് ഏതെങ്കിലും ഓരോ ഓർഗനെ മാത്രമേ ടാർഗറ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിൽ ഇപ്പൊ ടൈപ്പ് 1 ഡയബറ്റീസില് പാങ്ക്രിയാസിലെ ബീറ്റാ സെൽസിനെയാണ് അത് നശിപ്പിക്കുക. പക്ഷെ ഇപ്പൊ SLE പോലെയുള്ള അസുഖങ്ങളാണെങ്കിൽ അതിൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിച്ചെന്ന് വരാം. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ് എന്ന് പറയുന്ന അസുഖം എല്ലാം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കും. ചിലപ്പോൾ കാരണങ്ങൾ പോലും നമുക്ക് തിരിച്ചറിയണമെന്നില്ല. അതുപോലെ പൊതുവെ നോക്കിയാൽ സ്ത്രീകൾക്കാണ് ഈ രോഗങ്ങൾ പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഏകദേശം ഒരു 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഇത് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഏകദേശം ഒരു പുരുഷന് വരാം. മൊത്തത്തിലുള്ള കണക്ക് നോക്കിയാൽ ഒരു 6% സ്ത്രീകൾക്ക് ഈ രോഗം കണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് പുരുഷന്മാർക്കാണെങ്കിൽ ഒരു 3% പുരുഷന്മാർക്കാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ കണ്ടുവരുന്നത്. അതുപോലെ ചില പാരമ്പര്യ ഘടകങ്ങളും ഇതിന് കാരണമായിട്ട് വരാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, SLE ഇതൊക്കെ പാരമ്പര്യമായിട്ട് ചില ഫാമിലിയിൽ കണ്ടുവരുന്ന അസുഖങ്ങളാണ്. ഇതില് ഇപ്പൊ ഡോക്ടർ ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇപ്പൊ പ്രമേഹത്തിന്റെ കാര്യവും SLE പോലുള്ള രോഗങ്ങൾ, അതല്ലാതെ വേറെ രോഗങ്ങളും ഉണ്ടോ? തീർച്ചയായിട്ടും. അത് ഏകദേശം ഒരു 80ഓളം രോഗങ്ങളാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ആ വിഭാഗത്തിൽ കണ്ടുവരുന്നത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് രോഗങ്ങൾ ഇവിടെ പറയുന്നത് നന്നായിരിക്കും ഇരിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ടൈപ്പ് 1 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാങ്ക്രിയാസിലെ ബീറ്റാ സെൽസിനെയാണ് ഈ ആന്റിബോഡീസ് ആക്രമിച്ച് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് തന്നെ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞ് ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്ന ഒരവസ്ഥ. അത് ജന്മനാൽ തന്നെ അതെ, ജന്മനാ തന്നെ ചെറിയ പ്രായം മുതൽ തന്നെ കണ്ടുവരുന്ന ഒരു അസുഖമാണ്. ജുവനൈൽ ഡയബറ്റീസ് ഒക്കെ വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതുപോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഈ ആന്റിബോഡീസ് ജോയിന്റ്സിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. സന്ധിവാദം. അപ്പൊ അവിടെ വേദന ഉണ്ടാവും, സ്റ്റിഫ്നെസ് ഉണ്ടാവും, സന്ധികളിൽ ചൂട് അനുഭവപ്പെടും, ജോയിന്റ്സിന് ഡിഫോമിറ്റി വരും, തകരാറുകൾ സംഭവിക്കും. പിന്നീടുള്ളത് ഇപ്പൊ സോറിയാസിസും അതിനോടനുബന്ധിച്ച് വരുന്ന സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ഇതുമെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെടുന്നതാണ്. പിന്നെ തൈറോയിഡിന്റെ അസുഖങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഗ്രേവ്സ് ഡിസീസ്,
തൈറോയ്ഡ് ഗ്ലാൻഡിനെ ബാധിക്കുന്നതാണ്. ഇവിടെ തൈറോയ്ഡ് ഹോർമോൺ ലെവൽ അനിയന്ത്രിതമായി കൂടുകയും തന്മൂലം ഒരു വരുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു നെർവസ്നെസ് വരാം, ഹാർട്ട് റേറ്റ് അമിതമായിട്ട് കൂടാം, ശരീരത്തിൽ ചൂട് താങ്ങാൻ പറ്റാതെ വരാം, വെയിറ്റ് കുറയാം, അതായത് മാസിയേഷൻ വരാം, അതുപോലെ എക്സോഫ്താൽമോസ് എന്നുകൊണ്ട് കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്ന ഒരു ഉന്തി വരുന്ന അവസ്ഥ. അതാണ് ഗ്രേവ്സ് ഡിസീസ്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ തന്നെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു രോഗമാണ് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. അപ്പൊ അവിടെ ഹോർമോൺ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അമിതവണ്ണം ഉണ്ടാവാം, ക്ഷീണം ഉണ്ടാവാം, തണുപ്പ് താങ്ങാൻ ബുദ്ധിമുട്ട് വരാം, അതുപോലെ മുടി കൊഴിച്ചിൽ വരാം, ഗോയിറ്റർ തൊണ്ടയിൽ മുഴ ഡെവലപ്പ് ചെയ്യാം. പിന്നീട് നോക്കിയാൽ ജോഗ്രൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥ. അപ്പൊ അത് ഇതുപോലെ തന്നെ ജോയിന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കണ്ണിലും വായിലും ഒക്കെ ലൂബ്രിക്കേഷൻ കൊടുക്കുന്ന ഗ്ലാൻസിനെ അഫക്ട് ചെയ്തിട്ട് തൊണ്ട വരൾച്ച, കണ്ണ് വരൾച്ച, അതുപോലെ ജോയിന്റ്സ് പെയിൻ, ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ജോഗ്രൻ സിൻഡ്രോം. അതുപോലെ മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്ന ഒരു അസുഖം. അവിടെ ഈ ഓട്ടോ ആന്റിബോഡീസ് അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ മസിൽസിനെ കൺട്രോൾ ചെയ്യുന്ന നെർവ്സിനെയാണ്. അപ്പൊ മസിൽ വീക്ക്നെസ് വരുന്നു. അത് സാധാരണ വായ കൂടി പോകും. അതുപോലെ അത് തുടങ്ങുന്നത് സാധാരണ കൺപോളകളിലാണ് പാരാലിസിസ് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിർത്താൻ ബുദ്ധിമുട്ട് വരിക. പിന്നീട് സാവകാശം നമുക്ക് ഭക്ഷണം മുഴുങ്ങാനായിട്ടുള്ള, സോളോ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരാം. പതുക്കെ നമുക്ക് ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഒരു ഗ്രാജുവൽ പ്രോഗ്രസീവ് പാരാലിസിസ് ആണത് പേശികളെ ബാധിക്കുന്നത്. അതുപോലെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം. അത് പ്രധാനമായിട്ടും നമ്മുടെ നെർവ്സിനെ ഒരു കോട്ടിങ്, ഒരു മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിംഗ് നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമുക്ക് ബ്രെയിനിൽ നിന്ന് നമുക്ക് ബോഡിയിലേക്ക് പാസ് ചെയ്യുന്ന മെസ്സേജസ് പ്രോപ്പറായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാതെ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാം. അതാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ SLE, നമുക്ക് എല്ലാ അവയവങ്ങളെയും, ജോയിന്റ്സ്, കിഡ്നി, ബ്രെയിൻ, ഹാർട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ അസുഖങ്ങളെയും ബാധിച്ച് സന്ധിവേദനയും വളരെയധികം ക്ഷീണവും സ്കിൻ റാഷസും ഒക്കെയാണ് ഇതിന്റെ ആദ്യത്തെ ലക്ഷണങ്ങളായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന കാറ്റഗറിയിൽ പെടുന്ന ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ഇതുമെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറിയിൽ പെടുന്നതാണ്. ക്രോൺസ് ഡിസീസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് വായ മുതൽ മലദ്വാരം വരെയുള്ള ഒരു എലിമെന്ററി ട്രാക്റ്റിൽ എവിടെ വേണമെങ്കിലും ഒരു അൾസറേഷൻ ഡെവലപ്പ് ചെയ്ത് വയറ്റിൽ നിന്ന് ബ്ലഡും കഫമൊക്കെ പോകുന്ന ഒരു അവസ്ഥ. അതൊരു പ്രീ ക്യാൻസറസ് കണ്ടീഷൻ കൂടിയാണ്. അതുപോലെ അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണെങ്കിൽ നമ്മുടെ വൻകുടലിൽ ആണ് ഒരു അൾസറേഷൻ ഡെവലപ്പ് ചെയ്യുക. അതേപോലെ അഡിസൻസ് ഡിസീസ്, നമ്മുടെ അഡ്രീനൽ ഗ്ലാൻസിനെ അറ്റാക്ക് ചെയ്ത് അഡ്രീനൽ ഗ്ലാൻസ് പുറപ്പെടുവിക്കുന്ന ഒരു സ്റ്റിറോയിഡ് ഹോർമോൺസിന്റെ അളവ് തീരെ കുറഞ്ഞിട്ട് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്ന ഒരു അവസ്ഥ. അതുപോലെ വാസ്കുലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ രക്തക്കുഴലുകളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ് വാസ്കുലൈറ്റിസ്. രക്തക്കുഴൽ ചുരുങ്ങിപ്പോകും. ആർട്ടറീസും വെയിൻസ് ഒക്കെ വളരെ നാരോ ആയിട്ട് അതിലേക്ക് കൂടിയുള്ള ബ്ലഡ് ഫ്ലോ വളരെ കുറഞ്ഞിട്ട് ഉണ്ടാവുന്ന തകരാറുകൾ. ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. ഇപ്പൊ ഈ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഡോക്ടർ സൂചിപ്പിച്ചു. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ഇപ്പൊ നമ്മള് പലപ്പോഴും ഇഡിയോപ്പതി ആണെന്നാണ് പറയുക. അതെ, സാധാരണ മോഡേൺ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനൊരു പ്രത്യേക ഒരു കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഹോമിയോപ്പതിയിൽ നമുക്കിതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം പറയുന്നുണ്ട്. കാരണം ഹോമിയോപ്പതിയുടെ ഒരു അപ്രോച്ച് പറയുമ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അസുഖം ഒരു സുപ്രഭാതത്തിൽ വരുന്നു. ഇതുവരെ യാതൊരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ ശരീരം നമുക്കെതിരെ തിരിയുന്ന ഒരവസ്ഥ എങ്ങനെ സംജാതമാകുന്നു എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഒരു തെറ്റായ സന്ദേശം. അപ്പൊ ഈ സന്ദേശം വരുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെയാണ്. അതായത് നമുക്ക് ചില പ്രത്യേക പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ചിന്തകള് വളരെ നെഗറ്റീവ് തോട്ട്സ്, വികലമായ ചിന്തകൾ, അതിനെ ഓട്ടോ ഇമ്മ്യൂൺ തോട്ട്സ് എന്നാണ് നമുക്ക് ഹോമിയോപ്പതിയിൽ പറയാം, അല്ലെങ്കിൽ സെൽഫ് ഡിസ്ട്രക്റ്റീവ് തോട്ട്സ് എന്നും പറയാം. ഇപ്പൊ ഒരു പ്രത്യേക പ്രതിസന്ധി ഉടലെടുക്കുമ്പോൾ ചിലർക്ക് തോന്നാം എനിക്ക് ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു, എനിക്കിനി ജീവിക്കണ്ട, അല്ലെങ്കിൽ എന്നെ ഇനി ഒന്നിനും കൊള്ളൂല, ഞാൻ ചെയ്തതെല്ലാം തെറ്റിപ്പോയി, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അപ്പൊ ആർക്കും എന്നോട് ഇഷ്ടമില്ല, ഞാൻ എന്തിനാണ് ഇനി ജീവിച്ചിട്ട്, ലൈഫിനോട് ഒരു വിരക്തി തോന്നുന്നു. അപ്പൊ അങ്ങനെ തീവ്രമായിട്ടുള്ള ചിന്തകൾ, ഈ രീതിയിലുള്ള വളരെ തീവ്രമായിട്ടുള്ള ഒരു ചിന്തകൾ മനസ്സിലേക്ക് കടന്നുകൂടുമ്പോൾ ശരീരം അത് ഏറ്റെടുക്കുന്നു. അതായത് നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും പ്രതികരിക്കുക. അപ്പൊ നമുക്ക് മനസ്സിൽ ഇനി ഫർദർ ജീവിക്കേണ്ട എന്നൊരു സന്ദേശമാണ്, ഒരു സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലും അത് ഏറ്റെടുക്കും. അപ്പൊ അതൊരു ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സിലേക്ക് ട്രിഗർ ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ ഡോക്ടർ, അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മുടെ ഇങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും പലവിധ ഹോർമോണുകൾ
ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പൊ അത്തരം ഒരു കാഴ്ചപ്പാടും കൂടെ ഹോമിയോയ്ക്ക് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അത് ആദ്യം നമുക്ക് മനസ്സിലേക്ക് ഇങ്ങനത്തെ ചിന്തകൾ വരുമ്പോഴാണ് ഈ ഇതുപോലെയുള്ള ഈ ഹോർമോൺസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നത്, അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നത്. അത് അതിന്റെ ഒരു നെറ്റ് റിസൾട്ടാണ്. പക്ഷെ നമുക്ക് മാറ്റിയെടുക്കേണ്ടത് ആ ചിന്തകളാണ്. ആ ചിന്തകൾ ശരിയായാലേ ഈ ഒരു ബയോകെമിസ്ട്രി കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മുടെ മാനസിക രോഗ വിഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ ഇപ്പോ മനസ്സിനുണ്ടാകുന്ന ഒരു പോരായ്മയാണ് പലപ്പോഴും പല മാനസിക രോഗങ്ങളുടെ അടിസ്ഥാനം. തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് ഇപ്പോ ഡിപ്രഷൻ ആയാലും വിഷാദ രോഗമാണെങ്കിലും ഉന്മാദാവസ്ഥയാണെങ്കിലും ഒക്കെ അങ്ങനെയുള്ള ചില അതിലൊക്കെ ഈ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചില ഹോർമോണിന്റെ പ്രവർത്തനങ്ങളും ഉണ്ട്, ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു മാറ്റം ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ തീർച്ചയായിട്ടും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിൽ അങ്ങനെ തീവ്രമായ ചിന്തകൾ വരുമ്പോൾ അത് ശരീരത്തിലേക്ക് പാസ് ചെയ്യുകയും ഇതുപോലെയുള്ള ഒരു അസുഖം. അപ്പൊ എന്ത് അസുഖമാണ് അങ്ങനെയുള്ള ചിന്ത വരുന്ന ഒരാളിൽ ഉണ്ടാവുക എന്നുള്ളത് അയാളുടെ ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ അനുസരിച്ചിട്ടാണ് തീരുമാനിക്കപ്പെടുക. ഓരോരുത്തർക്കും ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് തന്നെ അവരുടെ ചില ഓർഗൻസ് വീക്ക് ആയിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു വികല ചിന്ത അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട് വരുന്ന ഒരാൾക്ക് ആ ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓർഗനിലായിരിക്കും തകരാറ് സംഭവിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി അതിനെ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയുള്ള എന്ത് അവസ്ഥയാണ് അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധിയാണ് ഈ രോഗിക്ക് ഉണ്ടായിട്ടുള്ളത്, അതായത് രോഗത്തിന്റെ തുടക്കത്തിൽ ഇപ്പൊ ഒരു 5 വർഷം ആയിട്ട് ഈ രോഗമുണ്ടെങ്കിൽ ഈ 5 വർഷം മുമ്പ് എന്ത് തരം പ്രതിസന്ധിയിലൂടെയാണ് ഈ രോഗി കടന്നുപോയത്, അന്ന് എന്ത് ചിന്തയാണ് ഈ രോഗിക്ക് ഉണ്ടായത്, അതിനെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് ഹോമിയോപ്പതിയിൽ മരുന്ന് തിരഞ്ഞെടുക്കുക. അപ്പൊ ആ മരുന്ന് ആ ഒരു ചിന്തകളും അതുപോലെ തന്നെ ആ രോഗിയുടെ രോഗലക്ഷണങ്ങളും മറ്റ് ജനിതക പ്രത്യേകതകളും കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ആ മരുന്നിലേക്ക് എത്തിച്ചേരുന്നതും. അപ്പൊ അതുപോലെയുള്ള ഒരു മരുന്ന് കൊടുത്താൽ ഈ രോഗിയുടെ ആ രോഗം പൂർണ്ണമായിട്ടും മാറണമെങ്കിൽ ആ രോഗിക്ക് അങ്ങനെയുള്ള ചിന്തകൾ വരാത്ത രീതിയിലേക്ക് അയാളുടെ മാനസികവും വൈകാരികവുമായിട്ടുള്ള ഒരു തലത്തിൽ മാറ്റം വരുത്തുന്ന ഒരു ഔഷധമാണ് ഹോമിയോപ്പതിയിൽ നൽകുക. അപ്പൊ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ അസുഖങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇപ്പോ ജനങ്ങളുടെ ഒരു ധാരണ ഇങ്ങനെയുള്ള രോഗങ്ങൾ പൂർണ്ണമായിട്ടും മാറില്ല, ഇത് ജീവിതകാലം മുഴുവൻ ഞാൻ ഇത് കൊണ്ട് നടക്കേണ്ടതാണെന്നുള്ളതാണ് പലരുടെയും ധാരണ. പക്ഷെ യഥാർത്ഥത്തിൽ ഹോമിയോപ്പതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ ചെയ്താൽ ഇങ്ങനത്തെ പല അസുഖങ്ങളും നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ ഡോക്ടർ ഇടയ്ക്ക് സൂചിപ്പിച്ചു ഇതിനൊരു ജനിതക കാരണമുണ്ടെന്നോ, അതേപോലെ തന്നെ പാരമ്പര്യ ഘടകമുണ്ട്. അപ്പോ നേരത്തെ തന്നെ ഒരാൾക്ക് ഇപ്പോ ഇത്തരം ഏതെങ്കിലും ഇപ്പോ ടൈപ്പ് 1 പ്രമേഹമോ അല്ലെങ്കിൽ SLE പോലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങളോ സോറിയാറ്റിക് അങ്ങനെയുള്ള ആർത്രൈറ്റിസോ അല്ലെങ്കിൽ സോറിയാസിസ് പോലുള്ള അസുഖങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത ഒരു തലമുറയ്ക്ക് ഇത് വരാതിരിക്കാനുള്ള ഒരു നമുക്കൊരു പരിശോധനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മുൻകരുതലോ തീർച്ചയായിട്ടും ഹോമിയോപ്പതിയിൽ അത് സാധ്യമാകും. കാരണം ഇപ്പൊ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്താൽ ഇപ്പൊ ഒരു രോഗമില്ലാത്ത ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾക്ക് തന്നെ അവരുടെ ഒരു ശാരീരിക പ്രത്യേകതകൾ മനസ്സിലാക്കി അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടുള്ള ഒരു മരുന്ന് കൊടുത്താൽ അവർക്ക് പാരമ്പര്യമായിട്ട് വരാനിരിക്കുന്ന അസുഖങ്ങൾ പോലും പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ആ സെലക്ട് ചെയ്യുന്ന മെഡിസിൻ കറക്റ്റ് ആണെങ്കിൽ അത്രയും ഒരു സാധ്യത നമുക്ക് ഹോമിയോപ്പതിയിൽ ഉണ്ട്. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ അത്തരം ഒരു സമീപനം കൂടി ഹോമിയോപ്പതിക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാം, അല്ലെ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഈ ഇതുപോലെയുള്ള മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കണക്കിലെടുക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു മെഡിസിൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ രോഗിയിൽ വരുന്ന ഒരു പ്രത്യേക ചിന്തകൾ അനുസരിച്ചിട്ടാണ്. അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ ഒരു ലോത്തിങ് ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിനോടൊരു മടുപ്പ് തോന്നുന്നു എന്ന് പറയുന്ന രോഗികളിൽ നമുക്ക് കൊടുക്കാവുന്ന ചില മരുന്നുകളാണ് ആഴ്സാൽബ്, ചൈന, ലാക്കാൻ, നാട്രമൂർ. അപ്പൊ ഇങ്ങനത്തെ മരുന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു ചിന്ത ലോത്തിങ് ഓഫ് ലൈഫ്, ജീവിതത്തിനോട് വിരക്തി തോന്നുന്ന രോഗികളിൽ കൊടുക്കാൻ പറ്റുന്ന ചില മരുന്നുകളാണ്. അതുപോലെ മരണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ സന്തോഷം വരുന്നു എന്ന് പറയുന്ന ചില രോഗികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഓറം മെറ്റ് എന്ന് പറയുന്ന മരുന്ന് ഫലപ്രദമാണ്. അതുപോലെ തന്നെ എന്റെ മരണം അടുത്തു, ഞാൻ ഇന്ന ദിവസം മരിക്കും എന്ന് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യണം, ഞാനിപ്പോ അടുത്ത ആഴ്ച വരെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടാവില്ല എന്ന് വരെ തീർച്ചപ്പെടുത്തി നമ്മളോട് പറയുന്ന ചില രോഗികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അക്കോണൈറ്റ് പോലെയുള്ള മരുന്നുകൾ. അതുപോലെ തന്നെ ഞാൻ പറയാൻ കാര്യം ഓരോ രോഗിയും സംസാരിക്കുന്ന രീതി അനുസരിച്ചിട്ട് അവരുടെ മൈൻഡിൽ
ജനങ്ങളുടെ ആ ഒരു പെർസെപ്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് മരുന്ന് കണ്ടെത്താനും ഇങ്ങനത്തെ രോഗങ്ങൾ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാനും സാധിക്കും. അപ്പൊ ഡോക്ടർ ഇന്ന് പങ്കുവച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പോ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം അത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ അത്തരം ഒരു ഇതിനെതിരെ ഹോമിയോപ്പതിക്ക് വളരെ ഫലപ്രദമായിട്ട് ഒരു ഉത്തരം നൽകാൻ പറ്റും എന്നുള്ളതാണ്. ഇത്രയും വിലപ്പെട്ട ഒരു വിവരം ഹോമിയോപ്പതി ശാസ്ത്രത്തെക്കുറിച്ച് ഡോക്ടർ പങ്കുവച്ചതിന് വളരെ നന്ദി. താങ്ക് യു. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും ഹോമിയോ ചികിത്സയും ഇതേക്കുറിച്ച് പ്രൊഡക്റ്റീവ് ഹോമിയോപ്പതിയിലെ ഡോക്ടർ KV ഷോയ്സനുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്. ഈ പരിപാടിയുടെ പ്രായോജകർ പ്രൊഡക്റ്റീവ് ഹോമിയോപ്പതി. സങ്കീർണ രോഗാവസ്ഥയിൽ നിന്നും സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഇതാ ഇവിടെ ഒരു വിശ്വസ്ത സ്നേഹ സാന്ത്വനവും സംരക്ഷണവും. ഈ സംരക്ഷണ വലയങ്ങളിലൂടെ ആരോഗ്യം വീണ്ടെടുക്കൂ. പ്രൊഡക്റ്റീവ് ഹോമിയോപ്പതി. അതിനൂതനമായ ഈ ഹോമിയോ ചികിത്സ ഏറ്റവും ഉയർന്ന ഗുണനിലവാരത്തിൽ. പ്രൊഡക്റ്റീവ് ഹോമിയോപ്പതി പൊന്നുരുന്നി ക്ഷേത്രത്തിന് എതിർവശം വൈറ്റില, കൊച്ചി. ഫോൺ 7591944444. പ്രൊഡക്റ്റീവ് ഹോമിയോപ്പതി പൊന്നുരുന്നി ക്ഷേത്രത്തിന് എതിർവശം വൈറ്റില, കൊച്ചി. AIHMS ഹോമിയോപ്പതി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:14. KSEB അറിയിപ്പ്. മരട് സെക്ഷൻ പരിധിയിൽ കണ്ണാടിക്കാട്, കുണ്ടന്നൂർ ജംഗ്ഷൻ, ചിലവന്നൂർ, ചമ്പക്കര, അയനി ക്ഷേത്രം എന്നീ ഭാഗങ്ങളിൽ നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും തേവക്കൽ സെക്ഷൻ പരിധിയിൽ പൊന്നംകുടം, മണലിമുക്ക്, NAD, ശിവഗിരി, കൊച്ചുകുഴി, അലംപിള്ളി എന്നീ ഭാഗങ്ങളിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണി വരെയും കളമശ്ശേരി സെക്ഷൻ പരിധിയിൽ റോക്ക്വെൽ റോഡ്, MS ജംഗ്ഷൻ, നോർത്ത് പൈപ്പ് ലൈൻ റോഡ്, വിമലാംബിക ചർച്ച് എന്നീ ഭാഗങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും സെൻട്രൽ സെക്ഷൻ പരിധിയിൽ TD റോഡ്, കോവിൽവട്ടം റോഡ്, പയ്യപ്പള്ളി റോഡ് എന്നീ ഭാഗങ്ങളിൽ നാളെ രാവിലെ 6:30 മുതൽ രാവിലെ 10 മണി വരെയും മട്ടാഞ്ചേരി സെക്ഷൻ പരിധിയിൽ കൂവപ്പാടം, പറവനമുക്ക് എന്നീ ഭാഗങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും വൈപ്പിൻ സെക്ഷൻ പരിധിയിൽ വല്ലാർപാടം, പനമ്പുകാട് എന്നീ ഭാഗങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.